നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പാലാ നഗരസഭ UDFന് കരുത്തേകിക്കൊണ്ട് LDFന്റെ നെഞ്ചത്ത് റീത്ത് വെച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഭാഷകൾ. റീത്ത് വെച്ചുകൊണ്ട് പാലാ നഗരസഭയിലെ ചെയർപേഴ്സണായിട്ട് ദിയ അങ്ങനെ ആ ചെയറിൽ കയറി ഇരുന്നു. ഇതൊരു മധുര പ്രതികാരത്തിന് കൂടിയുള്ള കഥയായിരുന്നു. പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിയ. കേരളത്തിലെയും ഒരുപക്ഷെ രാജ്യത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായാണ് ദിയ പുളിക്കക്കണ്ടം എന്ന 21-കാരി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടായി പാലാ നഗരസഭാംഗമായ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളാണ് ദിയ പുളിക്കക്കണ്ടം. കേരള കോൺഗ്രസ് എമ്മിന്റെ ഈറ്റില്ലമായ പാലാ നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായെങ്കിലും UDFന് ഭരണം ഉറപ്പിക്കുന്നതിന് പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് വിജയിച്ച 3 പേരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഏറെ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ബിനു പുളിക്കക്കണ്ടം UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. ആദ്യ ടൈമിൽ ദിയ പുളിക്കക്കണ്ടത്തെ നഗരസഭാ അധ്യക്ഷയാക്കുക എന്ന ധാരണയോടുകൂടിയായിരുന്നു പിന്തുണ. കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുലാകും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇപ്പോൾ വിജയിച്ചത്. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയയും ബിനുവിന്റെ സഹോദരൻ ബിജുവും സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചിരുന്നു. ബിനു പുളിക്കക്കണ്ടം 2 തവണ പ്രതിനിധീകരിച്ച 15-ാം വാർഡിൽ നിന്നാണ് മകൾ ദിയ ജയിച്ചു കയറിയത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം MBA പഠനത്തിന് ഒരുങ്ങുന്നതിനിടയിലാണ് ദിയ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. കന്നി മത്സരത്തിൽ തന്നെ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ ദിയ ഒടുവിൽ പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലും എത്തുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ അധ്യക്ഷയും ദിയ തന്നെ. കൊണ്ടോട്ടി നഗരസഭയിലെ അധ്യക്ഷയായിരുന്ന നിത ഷഹീർ ആയിരുന്നു ഇതുവരെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ. കൊണ്ടോട്ടി നഗരസഭ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ 26 വയസ്സായിരുന്നു മുസ്ലിം ലീഗ് കൗൺസിലറായിരുന്ന നിത ഷഹീറിന്റെ പ്രായം. ഈ റെക്കോർഡാണ് ദിയ പുളിക്കക്കണ്ടം തിരുത്തി കുറിച്ചിരിക്കുന്നത്. 2020-ൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അരുവാപുലം പഞ്ചായത്ത് പ്രസിഡന്റായ രേഷ്മ മറിയം റോയിയുമാണ് 21-ാം വയസ്സിൽ ഇതിനു മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് എത്തിയവർ. എന്തായാലും അവരുടെ മികവ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ 2 പേരും തോറ്റിരുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തരുത് ദിയ എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പ്രായം കുറഞ്ഞവർ വരുന്നത് ഇപ്പോൾ ചീത്തപ്പേരായി മാറുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അതായത് ഒരു നീക്കം കുറവാണ്. മാത്രമല്ല അവർക്കൊക്കെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ എന്നായിരുന്നു. എല്ലാ മേഖലയിലും എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യവും ഉണ്ടായിരുന്നു. കടൽ ക്ലവന്മാരെ ഇറക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് ഇവരെയൊക്കെ തന്നെ ആദ്യ ടേമിൽ അവർ പ്രവർത്തനത്തിന് പിന്നിൽ നിന്നിട്ട് അവർ പഠിച്ചതിന് ശേഷം പ്രവർത്തിക്കട്ടെ എന്നൊക്കെയായിരുന്നു. എന്തായാലും 2.5 വർഷം, ആദ്യത്തെ 2 വർഷം ദിയ മികച്ച ഒരു പിന്തുണ ദിയയ്ക്കുണ്ട്. അതായത് അപ്പനും അപ്പന്റെ സഹോദരനും ചാച്ചനും ഒക്കെ തന്നെ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് ദിയ ഇപ്പോൾ കളത്തിലിറങ്ങുന്നത്. ബിനു പുളിക്കക്കണ്ടം കോൺഗ്രസ് നേതാവായാണ് ആദ്യം നഗരസഭാംഗമായത്. പിന്നീട് സ്വതന്ത്രനായി വിജയിച്ചു. 2015-ൽ BJP ടിക്കറ്റിൽ വിജയിച്ച് പാലയിൽ ആദ്യമായി താമര വിജയിച്ചു. അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഹോദരൻ ബിജു ആയിരുന്നു പ്രധാന എതിരാളി. 2020-ൽ CPM പ്രതിനിധിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു. CPMന്റെ ചിഹ്നത്തിൽ വിജയിച്ച ഏക ഇടതുപക്ഷ അംഗമായിരുന്നു ബിനു. 2020-ൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പിൻബലത്തിൽ LDF ആദ്യമായി പാലാ നഗരസഭയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. ജോസ് കെ മാണിയെ പരസ്യമായി വിമർശിച്ചിരുന്ന ബിനുവിന് കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലം ചെയർമാൻ സ്ഥാനം നൽകാൻ CPM തയ്യാറായില്ല. ഇതോടെ കേരള കോൺഗ്രസിനെതിരെയും ജോസ് കെ മാണിക്കെതിരെയും ബിനു പുളിക്കക്കണ്ടം ശക്തമായി രംഗത്തെത്തി. ചീരാങ്കുഴിയുടെ എയർപോർട്ട് മോഷ്ടിച്ചെന്ന കേസിലും ബിനു പ്രതിയായി. വിവാദങ്ങൾ തുടർക്കഥയായതോടുകൂടി CPM ബിനുവിനെ പുറത്താക്കി. ഇതോടെയാണ് 2025-ൽ സ്വതന്ത്രനായി ബിനു മത്സരത്തിനിറങ്ങിയത്. ഒപ്പം സഹോദരനെയും മകളെയും സ്വതന്ത്രരായി മറ്റു വാർഡുകളിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. 13-ാം വാർഡിൽ മത്സരിച്ച ബിജു പുളിക്കക്കണ്ടം ദീർഘനാള് കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി തൃശൂരിൽ ബിജു ഒപ്പമുണ്ടായിരുന്നു.
സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF നീക്കങ്ങൾ നടത്തിയിരുന്നു. ബിനു പുളിക്കക്കണ്ടവും ദിയയും ബിജുവും മത്സരിച്ച വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അതിനാൽ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ UDFനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. UDFന് പാലാ നഗരസഭയിൽ ഇക്കുറി 10 സീറ്റുകളാണ് ഉള്ളത്. കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുൽ ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് UDFനൊപ്പം എന്നത് പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശത്രുവായ മുൻ CPM നേതാവ് ബിനു പുളിക്കക്കണ്ടം നേടിയ വൻ വിജയം പാലയിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു പിന്നാലെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ അധ്യക്ഷ പദവിയിൽ കൂടിയെത്തുന്നത് കേരള കോൺഗ്രസിന് ഇരട്ടി ആഘോഷമാകും. അരനൂറ്റാണ്ട് കാലം KM മാണിയിലൂടെ അടയാളപ്പെട്ട പാലാ നഗരം ഇത്തവണ കൈവിട്ടത് കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായാണ് സമ്മാനിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. 2020 കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയതോടുകൂടിയാണ് LDF ചരിത്രത്തിൽ ആദ്യമായി പാലാ നഗരസഭ ഭരണത്തിൽ കയറ്റിയത്.